പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആയി പോയവര്, തിരിച്ചു കയറാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷെ ജോലിയില്ല, കോൾഫോർ ചെയ്യുന്നില്ല, അങ്ങ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്തവരെ, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ, ഞാൻ കിണർ കുത്തി, എനിക്ക് വെള്ളം കണ്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ്, രണ്ടാമത്തെ കിണർ കുത്തുമെന്ന് വിചാരിക്കരുത്, ഞാൻ കുത്തത്തില്ല, ഞാൻ ഈ കിണർ കുത്തിയിരിക്കണം നിന്റെ നാമത്തിലാണെന്ന്, ഇവിടെ തന്നെ എനിക്ക് വെള്ളം തരണമെന്ന്. വിശ്വാസിക്ക് അവകാശമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ, സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിന്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും. നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറാരോഗ്യങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. തലയിൽ നിന്ന് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് കർത്താവ്. രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
അമ്മയോടും കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോടും കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെ കൈയടിച്ചുകൊണ്ട് സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ. എല്ലാവരും മുട്ട നീക്കുക, മൗനമായി മുട്ട നീക്കുക. എൻ്റെ മക്കളെ, ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ വിഷയത്തിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും. ബ്രെയിനിൻ്റെ അസുഖമുള്ള കുറേ ആൾക്കാർ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മുട്ടിൻ്റെ താഴെ, മുട്ടിൻ്റെ മുകളിൽ ഒരു വലിയ ചൊറി പോലെ കുരുവാണ്. എന്തോ അപകടത്തിൽ അത് പൊറുക്കാതെ കിടക്കുന്ന വ്രണമാണ്. കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വചനം വായിക്കാതെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വചനം വായിക്കുന്നില്ല. നിങ്ങളിന്ന് ചിന്തിച്ചായിരുന്നു, ഞാൻ വായിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന്. അത് ശരിയാണെന്ന് ഈശോ പറയുന്നു. അപ്പോൾ വചനം വായിക്കുന്നതായിട്ട് ദർശനമുണ്ട്. അതുകൊണ്ട് വചനം വായന നിർത്തിയവർ തീക്ഷണമായിട്ട് വായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമാപനാശീർവാദം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്.
അപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നല്ല നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്നറിയാമോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്തമാനം പറയണേ? എന്താ പറഞ്ഞിരിക്കണേ അവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവതിരുസന്നിധിയിൽ കണ്ണുകൊള്ളയെടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്. കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡക്കാർ കന്നഡയിലും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷിലും ഹിന്ദിയോട് ഹിന്ദിയും അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നുമില്ലാതെ കർത്താവിനെ സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത വന്ന്, എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയണ ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ. തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഓക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം. പക്ഷെ എന്തു ചെയ്ത്, ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കാണാവുന്ന പോലെയാണ്. നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പ് വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടിച്ചൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇനി നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ
പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ് സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി, അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഉടമ്പടിയുടെ രീതി എന്ന് തന്നെ എന്താണ്, സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്, ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്, അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്, ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേ, ഈ ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത്, ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇത് വേണ്ടി ആർക്ക് ചെയ്യണം, ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്നും. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്, ഒരു കസ്റ്റമേഴ്സ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമേഴ്സ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാലുമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് വില്ലേജ് ഓഫീസിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാലോ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും, നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം, അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്ന്
വില്ലേജ് ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിക്ക് മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു എൽ.ഡി. ക്ലർക്ക് യു.ഡി. ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ്, മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്, ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട, കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകളുടെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവന് ശ്രദ്ധക്കുറവിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒത്തിരി ചികിത്സ ചെയ്യുന്നുണ്ടായിരുന്നു. അവന് പഠിക്കാനും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടായിരുന്നു. മരുന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അവന് വ്യത്യാസമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചപ്പോൾ അവന് പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ അവൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നന്നായി പഠിക്കുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവന് മെഡിസിൻ നിർത്തുകയും ചെയ്തു. ഇത് അമ്മ തന്ന വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് മാതാവ് തന്ന അനുഗ്രഹം, എൻ്റെ മകളുടെ കാലിൻമുട്ടിന് വേദനയായിരുന്നു. ശക്തിയായ വേദന കൂടിക്കൂടി വരികയും നടക്കാൻ ഒട്ടും പറ്റാതെ ആവുകയും ചെയ്തു. വീൽ ചെയറിലായിരുന്നു അവൾ വീട്ടിലേക്ക് കാറിന് ഉടമ്പരെയും കൊണ്ടുവന്ന് വിടുകയും വീട്ടിലെത്തുകയും ചെയ്തത്. ഡോക്ടർമാരെ കാണിച്ചപ്പം ടെസ്റ്റുകളെല്ലാം ചെയ്തു, MRI സ്കാൻ എടുത്തു. അപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള എല്ലിൻ്റെ അതിന് കബം ചെയ്യുന്ന ഒരു ബ്രെയിൻ, അതിന് ഇഞ്ചുറി സംഭവിച്ചതാണെന്നും സർജറി കൂടാതെ മാറുകയില്ലെന്നും പറഞ്ഞു. എന്തായാലും പിന്നെ വെറുതെ ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കാം, വ്യത്യാസം വരാൻ കാര്യമില്ല, സർജറി ചെയ്താൽ പോലും കാല് ഇനി പഴയതുപോലെ ആകില്ലെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. മോള് ഞങ്ങളെ വിളിച്ച് പറയുകയും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അവളും പ്രാർത്ഥിച്ചു. ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയും സൗഖ്യം തന്നാൽ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് സർജറി ഒന്നും കൂടാതെ 3-4 ദിവസം ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ തന്നെ കാലിൻ്റെ വേദന കുറയുകയും പിന്നെ പെട്ടെന്ന് കാല് സുഖം പ്രാപിച്ചു. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് വലിയൊരു അത്ഭുതമായിരിക്കുന്നല്ലോ, ഈ കാല് പഴയതുപോലെ തന്നെ ആയല്ലോ, ഇപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി ഫിസിയോതെറാപ്പി പോലും ചെയ്യണ്ട എന്ന് പറയുകയും അവളുടെ കാലിനങ്ങനെ അമ്മ പൂർണ്ണ സൗഖ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മോന്, അവിടെ മൂത്ത മോന് പഠിക്കാൻ ഒത്തിരി മിടുക്കനായിരുന്നു, നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയും മാനസികമായൊരു വിഷമവും എല്ലാം കൂടെ വന്നു. അവനൊന്നും പഠിക്കാതെയായി, സ്കൂളിൽ പോകാനും താല്പര്യമില്ല. അവനൊന്ന് +1 പഠിക്കുമായിരുന്നു. മോള് വിളിച്ച് പറഞ്ഞു, മമ്മി കൃപാസനത്തിൽ പോയി എത്രയും വേഗം മോന്. എൻ്റെ പേര് ത്രേസ്യാമ്മ, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഒക്ടോബർ 2019 ഒക്ടോബർ 11-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് ഞങ്ങളുടെ കടബാധ്യതയെ സമർപ്പിച്ചായിരുന്നു. വന്ന് നവംബർ 14-ാം തീയതി ആയപ്പോഴേക്കും ഞങ്ങളുടെ ഒരു കടമുറി വിൽക്കാൻ പറ്റുകയും കടബാധ്യത പൂർണ്ണമായി മാറ്റി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകളുടെ മകന്
അസുഖമായിരുന്നു. അവന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അസുഖമായിരുന്നു. കുറേ 4 വർഷത്തോളം ആ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത്ര കുറവൊന്നുമില്ലായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കുറവുണ്ട്. അത് കഴിയുമ്പോൾ അത് നിർത്താൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് സമർപ്പിച്ചു. മാതാവിനോട് അത് മാറ്റി തരണമെന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും മകളും പ്രാർത്ഥിക്കുകയും ചെയ്തു. സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറഞ്ഞായിരുന്നു.